ഇന്ന് മുഖ്യമന്ത്രി അങ്ങ് കോൺഗ്രസ് മാനിഫെസ്റ്റോയോട് ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് പറഞ്ഞത്. അങ്ങ് മുഖ്യമന്ത്രി 8ാമത്തെ പേജ് കൃത്യമായി വായിക്കുകയും അതിൽ അങ്ങ് പറഞ്ഞ പോലെ CAA പറ്റി പരാമർശമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 8ാമത്തെ പേജിൽ വളരെ കൃത്യമായി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് എന്താണ് മതഭാഷാ ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസിൻ്റെ നിലപാടെന്ന്. 22ാം പേജിൽ വീണ്ടും പറയുന്നുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ CPM മാനിഫെസ്റ്റോ പറയുന്ന പോലെ അല്ലല്ലോ. CPM പറയാണ് ആകെ 18 സീറ്റിലായിട്ട് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇവിടെ ഒരു 15, ബംഗാളിലൊക്കെ 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും പോകണം, അവിടുത്തെ കൂട്ടണ്ട. കേരളത്തിലൊരു 15 സീറ്റ്, 2 സീറ്റ് തമിഴ്നാട്, രാജസ്ഥാനിലൊരു സീറ്റ്, പിന്നെ ഇവിടെ ത്രിപുരയിലൊരു സീറ്റ്, 19 സീറ്റാണ് മത്സരിക്കുന്നത്. എന്നിട്ട് പ്രകടന പത്രിക ഇറക്കിയിരിക്കുകയാണ് 19 സീറ്റിൽ മത്സരിക്കുന്നവർ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആളെ കളിയാക്കുകയാണ്. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതാണോ CAA പറ്റി പറയാതെ? കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതാണോ CAA പറ്റി മാനിഫെസ്റ്റോയിൽ പറയാത്തത്? താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. താങ്കൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ. അല്ല, താങ്കൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. താങ്കൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതാണ് CPM പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതുകൊണ്ടാണോ CAA പറ്റി പറയാത്തത് എന്നാണ് ചോദ്യം. എന്താണ് പറയുന്നത്? എന്താണ് കേട്ടത്? എന്താണ്? പിന്നെ കൈരളിക്ക് ദേശാഭിമാനിക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുണ്ടാക്കാം, അത് എൻ്റെ നിന്ന് മേടിക്കണ്ട.